ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ മുട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മടവൂരിൻ്റെയൊക്കെ അടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ വന്നത് മുനീസിനെ കാണാനാണ്. മുനീസിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. മുനീസിന് ഫെട്രിച്ച് അറ്റാക്സിയ എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടാണ്. അതായത് 17 വയസ്സ് വരെ യാതൊരു ബുദ്ധിമുട്ടും മുനീസിനില്ലായിരുന്നു. അതിനുശേഷം ഒരു ബലക്കുറവ് പോലെ വന്നു, ഒരു ബാലൻസ് കുറവ് പോലെ. അപ്പോൾ ബൈ ബർത്ത് ഈ ഒരു ബുദ്ധിമുട്ട് അവനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കിയത് 17 വയസ്സിന് ശേഷമാണ്. അതിൻ്റെ മുമ്പ് ഓടിച്ചാടി നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. സ്പോർട്സിലായാലും എല്ലാത്തിലും ആക്റ്റീവായിരുന്നു. പെട്ടെന്ന് ഒരു +2 ശേഷം ഈ ഒരു ബുദ്ധിമുട്ട് അവന് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള ചെറിയ ചില കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം. ഈ മുട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഞാനിവിടെ പുല്ലാളൂരാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഓട്ടേ ഇവിടത്തേക്കുള്ളൂ. അപ്പോൾ എന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ കൂടെ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. കാണുന്നതാണ് മുനീസിൻ്റെ വീട് കേട്ടോ. ഇത് മുനീസിൻ്റെ വണ്ടിയാണ്. മുനീസ ഈ വരുന്നതാണ് കേട്ടോ മുനീസ്. എനിക്ക് ഈ ബാലൻസിൻ്റെ ഒരു പ്രശ്നമാണ് നടക്കുമ്പോൾ. അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? അപ്പോൾ കാര്യങ്ങൾ നമുക്ക് മുനീസിനോട് തന്നെ ചോദിക്കാം. അവൻ്റെ ഉപ്പ ഇവിടെ മുട്ടാഞ്ചേരിയിൽ ഓട്ടോ ഓടിക്കുകയാണ് അല്ലേ? അതെ. ഉമ്മാക്കും ചെറിയൊരു വർക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളാണ്. അപ്പോൾ മുനീസിന് ഞാൻ ഇൻട്രോയിൽ ചെറുതായിട്ട് പറഞ്ഞു, ഒരു 17 വയസ്സിന് ശേഷമാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ? അതിന്റെ മുമ്പ് യാതൊരു ഇതൊന്നും ഇല്ലേനു അല്ലേ? സിംറ്റംസ് ഒന്നും ഇല്ലേനു. അതിന്റെ മുന്നേ എനിക്ക് ഫീൽ ചെയ്യല്ലായിരുന്നു. എനിക്കൊരു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിലെ മക്കൾ ചെയ്യുന്ന കാര്യം തന്നെ എല്ലാം ചെയ്യാനും. പിന്നെ ഇങ്ങനെ തോന്നുക എന്തൊക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടല്ലോ, ഇരുന്നിടത്തോ കാണുന്നിടത്തും സംസാരിക്കുന്നിടത്തും ഒരു പിടുത്താൻ മാതിരി എനിക്കിങ്ങനെ ഫീൽ ചെയ്യാം. അപ്പൊ ഞങ്ങള് കോഴിക്കോട് ബേബിയില് ഡോക്ടറെ കാണിച്ചു, സലാം ഡോക്ടർ. അപ്പൊ ഡോക്ടർ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ പറഞ്ഞു, ഫെട്രിച്ച് അറ്റാക്സിയ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആണ് എനിക്ക്. അതിന് എക്സസൈസ് മാത്രമേ ഉള്ളൂ വഴി. അപ്പൊ അതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ 2017 ശേഷം ഇങ്ങോട്ട് ഫുള്ള് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെയിലി ജിമ്മിൽ പോകാല. എക്സസൈസ് ആണ് ഇതിനുള്ള മെഡിസിൻ. പിന്നെ ഫിസിയോതെറാപ്പി പോലത്തെ എന്തെങ്കിലും ചെയ്യണോ? ഫിസിയോതെറാപ്പി എന്നായി പറഞ്ഞത്. അപ്പൊ പിന്നെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞ എക്സസൈസ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോയാൽ മതി. അതെ, എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവരും ചെയ്യുന്ന മാതിരി. പക്ഷെ കുറച്ച് ടൈം എടുക്കുന്നല്ലാണ്ട് വേറെ വിഷയമൊന്നുമില്ല. ഇപ്പൊ മാറ്റങ്ങൾ ഉണ്ടോ? മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഇതേ നിലക്ക് തന്നെ മുന്നോട്ട് പോകും, കൂടെയില്ല കുറയേയില്ല. അത് നമ്മൾ എക്സസൈസ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഡെയിലി ആയി ചെയ്യണം. അത് ഒരു ദിവസം വിട്ടുപോയാൽ ശരീരം. അതെ അതെ. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാല് പുറത്തേക്കൊക്കെ പോകുമ്പോ ഒക്കെ ഒരാളെ ഒരു ഹെൽപ്പ്. പുറത്തേക്ക് പോകുന്ന വെച്ചാൽ ഞാൻ എന്റെ വണ്ടിമേലാണ് പോവുക. എനിക്ക് കുറച്ചുകൂടി പീഡിയനെ കയറാൻ പറ്റുന്ന പീഡിയന് മുന്നേ വരെ പോകും. അങ്ങോട്ട് കയറാൻ പറ്റുന്നത് കയറും, അല്ലെങ്കിൽ സാധനം അങ്ങോട്ട് കൊണ്ടുതരും. അതെ, നമ്മളല്ലാണ്ട് ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യം വരാറില്ല. ഇറങ്ങി പോകേണ്ട ആവശ്യം വരാറില്ല. ജിമ്മിലേക്കാണെങ്കിലും ജിമ്മിന്റെ സ്റ്റെയർ വരെ വണ്ടി എത്തും. സ്റ്റെയർ പിടിച്ചുകൊണ്ട് 4ാം ഫ്ലോറിന്റെ മുകളിലാണ് ജിമ്മ്. അവിടെ പോകും, അവിടെ എത്തുമ്പോൾ തന്നെ ഇറങ്ങി വരും. സ്റ്റെയർ പിടിച്ച് 4ാമത്തെ ഫ്ലോർ വരെ കയറി പോകും. എക്സസൈസ് ചെയ്യുന്ന വെച്ചാല് പിന്നെ മിഷനും സപ്പോർട്ടിന് വേറെ മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സപ്പോർട്ടിന് കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ട്. അതെ. മുനീസിന് എത്ര വയസ്സായി? എനിക്കിപ്പോ 30 വയസ്സായി. 30. ഇപ്പൊ +2 ശേഷം പിന്നെ ഒന്നിനും പോയില്ല അല്ലേ? ഈ ബുദ്ധിമുട്ട് വന്നോണ്ട്. +2 ശേഷം വെച്ചാല് ഈ ബുദ്ധിമുട്ട് വന്ന ശേഷം വെച്ചാല് കമ്പ്യൂട്ടറിന്റെ ഡിപ്ലോമ കഴിഞ്ഞു. അതിപ്പോ പക്ഷെ എനിക്ക് കുറെ ടൈം എടുക്കും ഇത് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന്റെ. അപ്പൊ എന്നെ കൊണ്ട് അതിന് മുമ്പോട്ട് പോയില്ല. പാസ്സായതാണ്. അതെ. നിലവില് ജോലി ഒന്നും ചെയ്യുന്നില്ലല്ലോ അല്ലെ? എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടോ? പരിപാടി ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസിന്റെ ഒന്ന് സെറ്റ് ആക്കണം അല്ലേ? ഒരു കല്യാണമൊക്കെ റെഡി ആകുന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് തീർച്ചയായിട്ടും സെറ്റ് ആക്കാം. എന്തെങ്കിലും ഒരു കച്ചവട പെട്ടിക്കട പോലത്തെയോ അല്ലേ, എന്തെങ്കിലും അവനെ കണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലേ? ഈ എക്സസൈസ് അങ്ങ് ചെയ്ത് വീട്ടിലെത്തിയാൽ പിന്നെ നമുക്ക് ഇതിന്റെ പെയിനോ അങ്ങനെ എന്തെങ്കിലും കാര്യം? പെയിനൊന്നുമില്ല, പെയിനില്ല. മെഡിസിൻസ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, മെഡിസിൻസ് ഒന്നുമില്ല. മെഡിസിൻസ് മെയിൻ ആയത് എക്സസൈസ് ആണ് മെഡിസിൻ. ഓക്കെ. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കിയുള്ള കുറച്ചൊരു ബാലൻസിൻ്റെ ഒരു വിഷയം അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് പോവുക, സ്മാർട്ടായിട്ട് കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക അല്ലേ? ഈ ബാലൻസിന്റെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ എൻ്റെ ശരീരത്തിൽ കൈക്ക്, കാലിന്, എൻ്റെ സംസാരത്തിന്, എൻ്റെ കണ്ണിന് അതെ വിഷയമുണ്ട്. എല്ലാത്തിലും ഇതുണ്ട്. അതാണ്. അതെ. കണ്ണിന് എന്താ വിഷയം? കണ്ണിന് കുറച്ച് ചെറുങ്ങനെ കാഴ്ച കുറവുണ്ട്.
അതായത് ഇത് 50-25. 75% ഉണ്ട്, 150% ഉണ്ട്. ഗ്ലാസ് കണ്ണട വെക്കുന്നുണ്ട്. ആ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അതെ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു പെങ്ങളുണ്ട്. പെങ്ങളെ കല്യാണം കഴിച്ചാണ് മടവൂര്. ആ മുനീസ, ഇത് ശരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് ബ്ലഡിന്റെ എന്തോ വിഷയമാണോ? അല്ല, ഡോഗ് ബേബി എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ ചെറുപ്പത്തിൽ ജനിച്ച ടൈമിന് എന്തോ സംഭവിച്ചത്, അതല്ലെങ്കിൽ ജനിതകമായിട്ട് വന്ന വിഷയം. ഇത് എന്താണ്? പിന്നെ ഞരമ്പിന്റെ പ്രശ്നമാണോ? ശരീരത്തിലെ ബാലൻസ് വരുന്ന സെറിബെല്ലം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് നമ്മുടെ തലയുടെ ഉള്ളില്. അങ്ങനെയാണ് ഇതിന്റെ ഇതിലൊക്കെ എഴുതിയത്. അതിന്റെ 18 വയസ്സാകുന്ന വരെ വളരും ശരീരത്തിലെ അവയവങ്ങള്. അങ്ങനെയാണ് കേട്ട്. അപ്പൊ അത് അത്രത്തോളം വളർന്നില്ല. അങ്ങനത്തെ അതിന്റെ ഒരു വിഷയമാണ്. ശരി. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലായ്പ്പോഴും ഒരേ ഒരു രീതിയിലാണ് ഉണ്ടാകുക, ഒരേ ലെവലിലാണ് ഉണ്ടാകുക. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുക, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വേറെ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുക. യാത്ര ഈ ബൈക്കും എല്ലായിടത്തിലും പോകും. എന്നൊരു വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ? എന്നാലും ഇത് മനസ്സിലാക്കി വരുന്ന ഒരാളാണ്. നമുക്കൊരു എത്ര വയസ്സ് വരെ ഉള്ളത് പറ്റുമോ? 30 അല്ലായത്? എനിക്കിപ്പോ 30 വയസ്സായി. 29 വരെയൊക്കെ നമുക്ക് നോക്കാം അല്ലേ? ആ ഒരു വയസ്സിനുള്ളിൽ ഭർത്താവ് മരിച്ചത്, ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് പറ്റുമോ? ആ വിഷയമില്ല അല്ലേ? അതുപോലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള മക്കള് പറ്റുമോ? പഠന വൈകല്യം അങ്ങനത്തെ ഒക്കെ നമുക്ക് പറ്റൂല. ആരോഗ്യപരമായിട്ട് ഒരു വിഷയം ഇല്ലാത്ത ആളായിരിക്കണം, ഫിസിക്കൽ പ്രശ്നം ഇല്ലാത്ത ആളായിരിക്കണം. കാരണം അതെ അതെ. മുനീസിനെ എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യല്ലേ അല്ലേ? എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ചെറിയൊരു ഹെൽപ്പിന് അല്ലേ? അതെ. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആയാലും ജസ്റ്റ് ഒരു കൈ നമ്മൾ ഒരാൾ പിടിച്ചാൽ പുറത്തേക്കൊക്കെ സുഖമായിട്ട് നടന്നോടെ അല്ലേ? പുറത്ത് പോകുമ്പോൾ വാക്കറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്ത് നടക്കാൻ ശ്രമിക്കലില്ല അല്ലേ? ബാലൻസ് ചെയ്യത് ഞാൻ ഓലെ പിടിക്കണം. അതെ. എന്നെ പിടിക്കുമ്പോ അതെ അതെ അതെ. അങ്ങനെ ദൂരം നമുക്ക് പ്രശ്നമുണ്ടോ? ദൂരക്ക് യാത്രന്റെ ചെറിയൊരു വിഷയമുണ്ട്. എന്താ വെച്ചാല് നമ്മളിപ്പോ നമ്മൾ വരുന്ന ആൾക്ക് വിഷയമല്ലെങ്കിൽ നമുക്ക് വിഷയമല്ല, യാത്രന്റെ ചെറിയൊരു വിഷയമുണ്ട്. അതെ. ഇപ്പൊ ഇടക്കിടക്ക് നമ്മള് ഭാര്യ വീട്ടിൽ പോവാന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും ദൂരത്തൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒലിക്ക് വിഷയമല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. കോഴിക്കോട് ജില്ലയാണെങ്കിൽ ഏറ്റവും സന്തോഷം. കോഴിക്കോട്, മലപ്പുറം തൊട്ടുള്ള ജില്ലയൊക്കെ നമുക്ക് നോക്കാം. ദൂരം നോക്കണ്ടങ്ങൾ പറ്റിയ ആലോചനകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ. വേറെ മുനീസിന് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പെൺകുട്ടീനാ വേണ്ടേ? ഇന്നെ നോക്കാൻ പറ്റിയ നല്ലൊരു കുട്ടിയാണ്. അത്രേ ഉള്ളൂ അല്ലേ നമുക്ക്? ഇൻഷാ അല്ലാഹ് നല്ലൊരാൾ വരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേറൊന്നും പറയാനില്ലല്ലോ. പിന്നെ ഒരുപാട് കോളുകൾ വരും, നല്ലപോലെ അന്വേഷിക്കണം. പല ആൾക്കാരും പല സ്ഥലത്തുനിന്ന് വിളിക്കും. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. വിളിക്കുന്ന ആളെ പറ്റി അന്വേഷിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. എന്നാ പോട്ടെടാ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, മുനീസ് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ മനസ്സിലാക്കുന്ന നല്ലൊരു പെൺകുട്ടി വരട്ടെ. അവനാൾ സ്മാർട്ടാണ്. അവൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കാണ്ട് വന്നൊരു ബുദ്ധിമുട്ട്. നമ്മുടെയൊക്കെ ശരീരത്തിൽ എന്തൊക്കെ അറിയാത്ത കാര്യങ്ങളുണ്ടെന്ന് അല്ലേ? എപ്പോഴാണത് പുറത്ത് വരിക നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ന് നല്ല ഉഷാറിൽ നടക്കുന്നു, പെട്ടെന്നൊരു നിമിഷം മതി കുഴഞ്ഞു പോകാൻ. അങ്ങനെയാണ് നമ്മളെ ജീവിതം. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇന്ന് നടന്ന് അത്രേ നമ്മളെ ലൈഫൊക്കെ ഉള്ളൂ. അപ്പോൾ ഉള്ള കാലത്ത് നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ, നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കുക, അതേ നമുക്കുള്ളൂ കേട്ടോ. അതെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഒരു പൊതുവായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു അഹങ്കാരത്തിന് ഇതിനൊന്നും കാര്യമില്ല. നമ്മൾ എന്ത് കണ്ട് അഹങ്കരിക്കാൻ ഈ ഭൂമിയിൽ? നല്ലൊരു പാർട്ട്ണർ മുനീസിന് വരണം. നമ്മൾ ഇതിലിടുന്ന ഡിഫറെൻ്റ് ഏബിൾഡായ ഓരോ മക്കൾക്കും നല്ലൊരു ജീവിതം കിട്ടണമെന്നുള്ള അത്രയും ആഗ്രഹത്തിലാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഡിഫറെൻ്റ് ഏബിൾഡായ മക്കൾക്ക് ഡിഫറെൻ്റ് ഏബിൾഡായ മക്കളെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാരും ഇവരെ വിവാഹം ചെയ്യാൻ മുമ്പോട്ട് വരണം. യാതൊരു അങ്ങനെ പിന്നെ എന്താ പറയുക, അവർക്കൊരു താങ്ങും തണലുമായിട്ട് മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ പൊതുവേ ഒരു ചിന്ത പൊതുവായിട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ള മക്കളല്ല, ഓരോ ബുദ്ധിമുട്ടുള്ള ആളെ കൊണ്ട് കെട്ടിച്ചോ അങ്ങനെ. പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരും അവരെന്താ വിവാഹം ചെയ്തുകൂടെ? നല്ല ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു മനസ്സ് വേണം. ഒരു എടുത്തിയാട്ടത്തിൻ്റെ പേരിലോ ചിന്തിക്കാതെയോ വരരുത്. നല്ല പോലെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വന്നാലേ അത് കാലാകാലം നിൽക്കുള്ളൂ. നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യുന്നതല്ല വേണ്ടത്. ഒരുപാട് വർഷം ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന ആളുകളെ കണക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൊക്കെ ലക്ഷ്യം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം.
ഓൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ വരട്ടെ. ഓൻ്റെ കാര്യങ്ങളൊക്കെ ഓൻ സ്വയം തന്നെ ചെയ്യും കേട്ടോ. അതിനൊന്നും ഒരാളുടെ ഹെൽപ്പൊന്നും നിലവിൽ ആവശ്യമില്ല. ഇത് ഈ കണ്ടീഷനിൽ തന്നെ തുടർന്ന് പോകും, കൂടുകയില്ല കുറയുകയില്ല എന്നാണ് പറഞ്ഞത്, എക്സസൈസ് മുടക്കാതെ ചെയ്താൽ. അപ്പോൾ അവന് വണ്ടിയിൽ യാത്ര ചെയ്യും, എല്ലാം ചെയ്യും. ഇനി ഒരാൾ ഒരു പാർട്ണറും കൂടി കട്ടൊക്കെ വന്നാൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. അവനൊറ്റ ആൺകുട്ടി ഒറ്റ മോനേ ഉള്ളൂ, ഈ വീടൊക്കെ അവൻ്റെ തന്നെയാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഒലിക്ക് സെറ്റ് ആയാലും നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ച് പോകും. പിന്നെ ഉപ്പ അവിടെ ഓട്ടോ ഡ്രൈവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യം അങ്ങനെ ഒന്നുമല്ല. എന്തെങ്കിലും വരുമാന മാർഗ്ഗം നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റ് ചെയ്യുക, അതൊന്നും പ്രശ്നമില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക കേട്ടോ. ഓക്കെ.